ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് എൻ്റെ കുളി കഴിഞ്ഞ് വന്നപ്പോഴുള്ള സീനാണ് കേട്ടത്. ഞാൻ കുളിക്കാൻ പോയപ്പോൾ ബെഡിൽ കിടത്തി പോയ ആളാണ് കേട്ടോ. തിരിച്ചു വന്നപ്പോൾ താഴെ കിടക്കണു. ഇപ്പോൾ ജിംബുവിനെ നന്നായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല കരയുന്ന സമയത്ത് ഞാൻ വല്ല തിരക്കിലൊക്കെ ആകുമ്പോൾ ഞാൻ പറയും, ജിംബു ഒന്ന് പോയി കളിപ്പിക്കുക, എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കുന്നു പറയുമ്പോൾ ആളുടെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് കുറച്ച് നേരം കാമൻ ക്വൈറ്റായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ചേച്ചിക്കുട്ടീനെ അത്യാവശ്യമൊക്കെ മനസ്സിലാവാൻ തുടങ്ങി. പിന്നെ അമ്മയുടെ സൗണ്ടും അത്യാവശ്യമൊക്കെ അറിയാം കേട്ടോ. എൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല കരച്ചിലൊക്കെ ഇരിക്കുന്ന സമയത്ത്, കരഞ്ഞിരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സൗണ്ടൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ കണ്ണാന്ന് വിളിക്കുമ്പോഴും മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതേ ചിമ്പുക്കുട്ടൻ സ്ഥിരം പരിപാടി, ഓരോ പുതിയ ആൾക്കാർ വരുന്ന സമയത്ത് പുതിയ സാധനങ്ങൾ വാങ്ങിച്ചത് കാണിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ അവരുടെ സ്ഥിരം പരിപാടി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇര ശ്രീനേട്ടനാണ്. അപ്പം അപ്പൂന് വാങ്ങിച്ചതും ജിമ്പുവിന് വാങ്ങിച്ചതും ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കണ്ണൻകുട്ടൻ നല്ല ഉറക്കമാണ് കേട്ടോ. ഇപ്പോൾ ആളൊരു ഒന്നരാട് ഉറക്കത്തിൻ്റെ ആളാണ് കേട്ടോ. ഒരു ദിവസം ഫുള്ള് പകലും രാത്രിയൊക്കെ നന്നായിട്ട് ഉറങ്ങും കേട്ടോ. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പാൽ കുടിക്കാൻ എണീക്കും, അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഡേ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പാൽ കുടിക്കാൻ എണീക്കും. അങ്ങനെയാണ് കേട്ടോ പാളുടെ റൂട്ടീൻ. പിന്നെ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ. തോട്ടിലെ മീൻകറി ഉണ്ടായിരിക്കും, മിക്കതും ഉണ്ടായിരിക്കും, മീൻകറിയും മീൻ വറുത്തതും. പക്ഷെ മീൻ വറുത്ത് നമുക്ക് അത്ര താല്പര്യമില്ല ഇപ്പോൾ. അപ്പോൾ ജസ്റ്റ് കറി മാത്രമേ വെക്കുള്ളൂ കേട്ടോ. പിന്നെ മത്തൻ എരിശ്ശേരി ഉണ്ടായിരുന്നു, അതാണ് ഇന്നത്തെ ലഞ്ച് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നെ എന്നത് ജിമ്പുക്കുട്ടൻ വെരി ബോറിംഗ് ആയിട്ട് പൂളിലിറങ്ങിയ ദിവസമാണ് കേട്ടോ. കാരണം ആരും ഇല്ല. ആദ്യക്കുട്ടനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ വീട്ടിലേക്ക്, ത്രിപുരയാറ് വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനുണ്ടല്ലോ, അപ്പോൾ ആളുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ് കേട്ടോ, വല്യമ്മയും ആദ്യക്കുട്ടനും. അപ്പോൾ അവിടെ ആരും ഇല്ല. അപ്പോൾ ആളിപ്പം ഫുള്ള് ഒറ്റയ്ക്കായൊരു മട്ടിലാണ് കേട്ടോ. അപ്പോൾ പൂളിറക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇറക്കിക്കോ, എന്ത് വേണമെങ്കിൽ ചെയ്തു, ഒരു കുഴപ്പമില്ല, മഴ കളിക്കട്ടെ, മഴ കളിച്ചോ, ഒരു കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പം ഞാനും. കാരണം ഫുള്ള് ബോറടിക്കല്ലേ, എന്തെങ്കിലുമൊക്കെ അവർക്കും ചെയ്ത് കളിക്കണ്ടേ. അങ്ങനെ നോക്കി പൈപ്പൊക്കെ ഓണാക്കി കുറച്ച് വെള്ളം വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പൈപ്പ് ലൈൻ ഓഫായി കേട്ടോ. നമ്മൾ കിണറ്റിലെ വെള്ളത്തിൻ്റെ പൈപ്പുകൾക്ക് കൊടുക്കില്ല കേട്ടോ. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിക്കതും കിണറ്റിലെ മുക്കാൽ ഭാഗം വെള്ളം അവർ തന്നെ തീർക്കും. അപ്പോൾ നമ്മൾ പൈപ്പ് ലൈൻ വരുന്നുണ്ട്, അപ്പോൾ അതിലെ വെള്ളമാണ് കേട്ടോ നമ്മൾ പോളിക്കൊക്കെ കൊടുക്കുന്നത്. അതാണെങ്കിലോ ഇച്ചിരി നേരം വരികയും ചെയ്തു, അവൾ അത്യാവശ്യം നനയുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പം വെള്ളവും വരുന്നില്ല കേട്ടോ. അവളാകെ പണി കിട്ടി. കാരണം ഇന്ന് കട്ടൻ ചായ വിത്ത് പൂള് അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ദിവസമായിരുന്നു കേട്ടോ. പക്ഷേ കുറച്ച് നേരമൊക്കെ മഴയൊക്കെ കൊണ്ട് അവളങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ പുടവ കൊടുക്കുന്നത് ഓണപ്പെട എന്ന് അവിടെ പറയട്ടോ, ഓണപ്പെട കൊടുക്കുന്ന ദിവസമായിരുന്നു. കാരണം സാവിയമ്മ കുറേ ദിവസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇവിടേക്ക്. അപ്പം പിന്നെ ഇന്ന് വന്നപ്പം സാവിയമ്മയ്ക്ക് കൊടുത്ത് സാവിയമ്മ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. കാരണം അവർക്കൊന്നും കൊടുക്കാറില്ല, നമ്മൾ ജസ്റ്റ് അമ്മയ്ക്കും പപ്പയ്ക്കും പിന്നെ അമ്മമ്മയ്ക്കും മാത്രം അങ്ങനെ കൊടുക്കാറുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, അതായത് എല്ലാവരും മക്കൾ ഒത്തിരി നോക്കിയിട്ടുണ്ട് ഇപ്രാവശ്യം കൂടുതൽ. അപ്പോൾ അവർക്കൊക്കെ ഇരിക്കണം അതെന്ന് വിചാരിച്ച അമ്മയുടെ പോലെ തന്നെ ഇവരും അമ്മമാരുടെ പോലെ തന്നെ നോക്കിയിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്കൊക്കെ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ സാമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നാൽ നീനമ്മയ്ക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലാസ്റ്റിൽ നീനമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ദേ കണ്ണൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഇച്ചിരി നേരം ഇരുന്ന് കളിച്ചു കേട്ടോ. അത് ജനലൊക്കെ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് നല്ല വെളിച്ചമൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ ഇച്ചിരി നേരം കണ്ണുറക്കും. പിന്നെ ജനൽ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, വെളിച്ചമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, പിന്നെ ഫുൾ ടൈം ഉറക്കത്തിൻ്റെ ദിവസമാണെന്നുണ്ടെങ്കിൽ ആൾ എണീക്കത്തേ ഇല്ല കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ സാവിമ്മയുടെ സൗണ്ടൊക്കെ അത്യാവശ്യം ആൾക്ക് ഇങ്ങനെ മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഡെയിലി വരുന്ന ആൾക്കാരുടെയൊക്കെ സൗണ്ട് അത്യാവശ്യമൊക്കെ ഇങ്ങനെ മനസ്സിലാക്കും. കുറേ നേരം ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് പിന്നെ അങ്ങ് ചിരിക്കും കേട്ടോ. ഇന്ന് നമുക്ക് വേറൊരു ഞണ്ട് റെസിപ്പി കണ്ടാലോ. ഇത് പ്രത്യേകിച്ച് വലുതായിട്ടുള്ളൊരു റെസിപ്പിയും കാര്യങ്ങളൊന്നുമല്ല, ഒരു കുഞ്ഞു റെസിപ്പിയാണ്. പക്ഷേ ഒരു വറുത്തരച്ചൊരു ഫീലാണ് കേട്ടോ. അമ്മ പറഞ്ഞു തരുന്നുണ്ട്, ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, അവിടെ കോൺസെൻട്രേഷൻ പോയി. പിന്നെ ഞാൻ പറയാ, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി പറഞ്ഞൂടെ, അത്രയും. എന്നിട്ട് വെളുത്തുള്ളി, ഇഞ്ചില്ല, ഇഞ്ചി ജിമ്പനും ഇഷ്ടല്ല. വെളുത്തുള്ളി, ചെറിയ ഉള്ളി, എന്നിട്ട് എല്ലാട്ടും ഉപ്പിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, വെള്ളം ഒഴിച്ചു, അടുപ്പത്ത് വെച്ചു. എന്നിട്ട് ഈ പരുവമായി ഇനി വറ്റിച്ചെടുക്കും. ഇന്ന് കിച്ചണിൽ പുതിയൊരു ഷെഫ് എത്തിയിട്ടുണ്ട്, ജിമ്പുക്കുട്ടൻ. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഉണ്ടല്ലോ, ജോലി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ലേസും സവോള നല്ല കുഞ്ഞായിട്ട് അറിയാം കേട്ടോ. അത് പക്ഷേ നല്ല കുറച്ച് അത്യാവശ്യം വലുപ്പമൊക്കെ ആയിട്ടുണ്ട്.
അങ്ങനെ കുഞ്ഞായിട്ട് കട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ. ലേസ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വേണം, സവോള കുറച്ച് അങ്ങനെയാണ്. പക്ഷേ ഇപ്രാവശ്യം ലേസ് കുറച്ച് കുറവും സവോള കുറേ കൂടുതലും അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് സവോള നീട്ടിൽ നല്ല ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവൾക്ക് കുറച്ച് പാളിപ്പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ പിന്നെ ടേസ്റ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നലെ പപ്പ കൊണ്ടുവന്നു കേട്ടോ, പാർക്കിൽ നിന്ന് ഒരു 4-5 പാക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണം മാത്രമാണ് നല്ല കഴിച്ചുള്ളൂ. ബാക്കി മുഴുവൻ ഇന്നത്തേക്ക് ഈ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ചു കേട്ടോ. ആ ഒരു ക്ഷമ ഞങ്ങൾ ഒത്തിരി മാനിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും എടുത്തു വെക്കാറില്ല ആൾ. അങ്ങനത്തെ സവോളൊക്കെ എന്നോട് അവൾ കട്ട് ചെയ്യാന്ന് പറഞ്ഞത് കേട്ടോ, ജിമ്പ് കട്ട് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു. ബാക്കി ഈ സംഭവങ്ങളൊക്കെ ചെയ്ത ആൾ തന്നെ കേട്ടോ. അപ്പം ഞാൻ പറയുകയാണ് ഇങ്ങനെ പല്ലുകൊണ്ട് കട്ട് ചെയ്യണ്ട, അത് ബാഡാണ്, ഫുഡ് മാനേഴ്സിൽ അത്ര നല്ലതെന്നല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് കത്തി കൊണ്ടൊക്കെ വെച്ച് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടമായി. കത്തി കൊണ്ട് വെച്ച് കട്ട് ചെയ്തപ്പോൾ നൈസായിട്ട് പോകുന്നു. അതുകൊണ്ട് അമ്മ പല്ലുകൊണ്ട് കടിക്കുമ്പോൾ ഭയങ്കര ബോറാണ് കേട്ടോ കവർ കാണാനായിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഓരോന്ന് കഴിച്ചു. ഉണ്ടാക്കുമ്പം ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കുന്നത് നല്ലതല്ല എന്നുള്ള ഫുഡ് മാനേഴ്സും ഞാൻ പറഞ്ഞു കൊടുത്തു കേട്ടോ. അപ്പം കുഞ്ഞല്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞ് ആടുകൾ ഉണ്ടാക്കിയിട്ട്. അപ്പം ഇന്ന് എല്ലാവരെയും വിളിച്ചു കൊടുത്തിട്ടുണ്ട്. സാവിയമ്മേനെ വിളിച്ചു കൊടുത്തിട്ടുണ്ട്, അമ്മൂനെ വിളിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് അതൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. അവരൊക്കെ അവിടെ റൂമിൽ വെയിറ്റ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. സംശയം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ആദ്യം. ഷെഫ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്നുണ്ട് പോമ്പുട്ടി? ആ പോ നീ കഴിച്ചു നോക്കെ. എന്നുണ്ട്? വായന്ന് വെള്ളം വന്നല്ലോ. ഓക്കെ. ആ കുഴപ്പമില്ല. പക്ഷേ കുഴപ്പമില്ലേ, രസമല്ലേ? കുഴപ്പമില്ല, നൈസായിട്ടുണ്ടാവും. ഇതാണ് കേട്ടോ നമ്മളെ ഞണ്ട് കറിയുടെ ഫൈനൽ ലുക്ക്. ഇത് എന്തുകൊണ്ടാണ് ഇത്രയും ബ്ലാക്ക് കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലി നന്നായിട്ട് വറുത്തരച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കളർ വന്നിരിക്കുന്നത്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ അതിൽ മിസ്സായിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് തേങ്ങ പൊളിച്ചതുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മാത്രം കറി ഉണ്ടായിരുന്നു. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല കടിക്കാനായിട്ട്. പിന്നെ ഇത് ജിംബുവിന് ജസ്റ്റ് ഞണ്ട് കറി മാത്രം മതി എന്നാണ് പറഞ്ഞു കേട്ടോ. പക്ഷേ കഴിച്ച് നോക്കിയപ്പോൾ ആൾ പറഞ്ഞു ചോറും കൂടെ വേണമ്മ, നല്ല ടേസ്റ്റ് ഉണ്ട്. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഡിഷ്. പിന്നെ അതേ നമ്മളെ നീനമ്മയ്ക്ക് വൈകുന്നേരം വന്നപ്പോൾ നമ്മൾ ഓണപ്പടയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾക്ക് ഇഷ്ടമായി കളർ, ആളുടെ അടുത്ത് ഇല്ലാത്ത കളറാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഹാപ്പിയായി. പിന്നെ അത് നമ്മൾ പോകാനുള്ള ദിവസം ബുധനാഴ്ചയായിരുന്നു. പക്ഷെ നമ്മൾ 2-ാം തീയതിക്ക് മാറ്റി വെച്ചു കേട്ടോ. അവിടെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല വീട്ടിൽ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.